ഹലോ നമസ്കാരം. മഴത്തോരും മുമ്പേടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറി ആട്ടോ പറയാൻ പോകുന്നത്. വളരെയധികം ഹൃദയസ്പർശിയായ ഒരു സ്റ്റോറിയാണ് നമ്മുടെ മഴത്തോരും മുമ്പേ എന്നുള്ളത്. എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അതിൻ്റെ വരാനിരിക്കുന്ന ഒരു സംഭവ ബഹുലമായിട്ടുള്ള ഒരു കഥയാട്ടോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് ബാലചന്ദ്രനെ ചോദ്യം ചെയ്യാനും അലീനയെ പുറത്താക്കാനും ഒക്കെ ആയിട്ട് വൈജയുടെ ബന്ധുക്കളും ആങ്ങളമാരും ഒക്കെ വന്നിരുന്നല്ലോ. അവർക്കതിന് സാധിക്കാതെ തിരിച്ചു പോവുകയും അവസാനം വൈജയ്ക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്, നമുക്ക് കേസ് കൊടുക്കാം, കേസിന് പോകാം, എന്തൊക്കെ സംഭവിച്ചാലും അലീനയെ ഇവിടെ നിന്ന് തുരത്തിയിട്ടേ ഞങ്ങൾ തിരിച്ചു പോകുന്നുള്ളൂ എന്നൊക്കെ വാക്ക് കൊടുത്തിട്ടാണ് ശിവേട്ടനും രാജിയും മറ്റു ബന്ധുക്കളും ഒക്കെ തിരിച്ച് കൊല്ലപ്പള്ളിയിലേക്ക് എത്തുന്നത്. കൊല്ലപ്പള്ളിയിലേക്ക് എത്തിയ സമയത്ത് അവിടെ ഒരു രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ട്, അതായത് അവരുടെ ബന്ധത്തിലുള്ള ഒരാളുമായിട്ട് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ നിയമ സാധ്യതകളൊക്കെ ചോദിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ശിവേട്ടനും അതുപോലെ ഗിരീഷും കമലയും ഒക്കെ കൂടി കേട്ടോ സംസാരിക്കുന്നത്. ആ സമയത്ത് രാജീവില്ല. അങ്ങനെ അയാൾ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇപ്പോൾ ആക്ച്വലി എന്താണ് പ്രശ്നം, ആ പെണ്ണും ബാലചന്ദ്രനും തമ്മിൽ എന്തെങ്കിലും അരുതാത്ത ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഉള്ളതായിട്ട് ആർക്കും തന്നെ ഒരു അറിവുമില്ല. കാരണം ബാലചന്ദ്രനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അയാൾ എല്ലാത്തിനും നമ്മളോട് സഹകരിച്ചതാണ് എന്നൊക്കെ പറയാട്ടോ ശിവേട്ടൻ. പക്ഷേ ആ പെണ്ണ് വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു മാറ്റം സംഭവിച്ചിട്ടുള്ളത് എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം ബാലചന്ദ്രനെ വിളിച്ചൊന്ന് സംസാരിക്കാം, അത് കഴിഞ്ഞിട്ട് അയാൾ അടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അടുത്ത വഴി എന്താണെന്ന് വെച്ചാൽ അത് ആലോചിച്ച് തീരുമാനിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശിവേട്ടൻ ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ നമ്മൾ വിളിച്ചാൽ വരും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ വേണ്ട, ആ വീട്ടിലും വേണ്ട, പക്ഷേ അതിന് പറ്റിയൊരു സ്ഥലം വേറെ കണ്ടുപിടിക്കണം, അവിടെ വെച്ച് സംസാരിക്കാം എന്ന് പറയാട്ടോ. അങ്ങനെ ബാലചന്ദ്രനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ അറിയിക്കാനായിട്ട് തീരുമാനമെടുക്കുന്നുണ്ട്. അങ്ങനെ ശിവേട്ടനാണെങ്കിൽ ഫോൺ എടുത്തിട്ട് ബാലചന്ദ്രനെ വിളിക്കുകയാണ്. എന്നിട്ട് ബാലചന്ദ്രനെ വിളിക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ ശിവേട്ട, ഇനിയും എന്തെങ്കിലുമൊക്കെ എന്നോട് ചോദിക്കാനും പറയാനൊക്കെയാണോ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്ര, ഇങ്ങനെയല്ല, ഇനിയിപ്പോൾ ആളും ബഹളവും ഒന്നും വേണ്ട, നമുക്ക് ഒന്ന് നേരിട്ട് സംസാരിക്കണം എന്ന് പറയട്ടോ. എന്താ ശിവേട്ട ഇപ്പോൾ ഇത്രയ്ക്ക് അത്യാവശ്യമായിട്ട് സംസാരിക്കാനുള്ളത്, ഇപ്പോൾ ഇന്ന് സംസാരിച്ച് പോയതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് സംസാരിച്ച് പോയതാണ് ശരി, പക്ഷേ അങ്ങനെയല്ലല്ലോ, ഈ കാര്യത്തിനൊരു തീരുമാനമാവണ്ടേ എന്ന് ചോദിക്കുക കേട്ടോ. ഇനി എന്ത് തീരുമാനമാക്കാനാണ്, ഇവിടെ യാതൊരു പ്രശ്നവുമില്ല ശിവേട്ട എന്ന് പറയുമ്പോൾ, പ്രശ്നം എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്കൊന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാം, എന്താണെങ്കിലും അലീനയാണല്ലോ പ്രശ്നം എന്ന് പറയുമ്പോൾ, അലീന ഇവിടെ ഒരു പ്രശ്നമേ അല്ല എന്ന് ബാലചന്ദ്രൻ പറയണേ. അപ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും അലീനയും താനും കൂടെ ചതിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, ആരെ ചതിച്ചു എന്നാണ് ശിവേട്ടൻ പറയുന്നത്, ആരെ വഞ്ചിച്ചു എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കിയിട്ടാണോ ശിവേട്ടൻ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നീയും അലീനയും കൂടിയിട്ട് എൻ്റെ പെങ്ങളെ ചതിക്കുന്നു, വഞ്ചിക്കുന്നു, അത് തന്നെ കാര്യം എന്ന് പറയുമ്പോൾ, ശിവേട്ടൻ ആദ്യം ഒരു കാര്യം മനസ്സിൽ ഓർത്തോളണം, എന്തൊക്കെ വഞ്ചന ആരോടൊക്കെ ശിവേട്ടനും ഫാമിലിയും ശിവേട്ടൻ്റെ പെങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഓർമ്മയിൽ വെച്ചിട്ട് വേണം എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്ന് പറയാട്ടോ. അപ്പോൾ ശിവേട്ടൻ അത് കേട്ടപ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. അപ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും നമുക്ക് നേരിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് വരാൻ പറയുന്ന ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് കാണാം എന്ന് പറയുന്നുണ്ട്, ഒരു റിസോർട്ടാണ് പറയുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് സംസാരിക്കാം, അതുകൊണ്ട് അങ്ങോട്ടേക്ക് വരണം എന്ന് പറയാട്ടോ. ആ ശരി, എന്നാൽ ഞാൻ വരാം, സംസാരിക്കാം, എനിക്കും കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ട്, എല്ലാവരുടെയും മുന്നിലും വെച്ച് പറയണ്ട ചോദിക്കണ്ടെന്ന് കരുതിയിട്ടാണ്, ഇനി എന്താണെങ്കിലും അത് ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യണം, അത്യാവശ്യമാണ് എന്ന് ബാലചന്ദ്രനും പറയട്ടോ. അങ്ങനെ ഫോൺ വെക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അടുത്ത് തന്നെ നമ്മുടെ രാജീവും കമലയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്താ അയാൾ പറഞ്ഞത്, എന്താ ബാലേന്ദ്രൻ പറഞ്ഞതെന്ന് കമല ചോദിക്കുമ്പോൾ, അയാൾ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്, പക്ഷേ അയാൾക്കും എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ടെന്നാണ് പറയുന്നത്. അയാൾക്ക് എന്ത് കാര്യങ്ങളാണ് ഇനി പറയാനുള്ളതെന്ന് രാജീവ് വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് ചോദിക്കുക കേട്ടോ. അതെന്താണെന്ന് നമുക്കറിയത്തില്ല, എന്താണെങ്കിലും ഈ വരവോട് കൂടിയിട്ട് അയാളുടെയും ആ പെണ്ണിൻ്റെയും കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിരിക്കും തീർച്ച എന്ന് പറയാണ് ശിവേട്ടൻ. ആ സമയത്ത് രാജീവ് പറയുന്നുണ്ട്, എന്നാൽ ഇക്കാര്യം വൈജയെ വിളിച്ച് അറിയിക്കണ്ടേ, അവളോട് കൂടി പറയണ്ടേ, ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോവാണ്, ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിക്കണ്ടേ ചോദിക്കുമ്പോൾ, ശരിയാണ്, അതിപ്പോൾ തന്നെ അറിയിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് ശിവേട്ടൻ ഫോൺ എടുത്ത് വൈജയെ വിളിക്കുക കേട്ടോ. വൈജയെ വിളിക്കുന്ന സമയത്ത് വൈജയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനും ദേഷ്യമൊക്കെയാണ്. എന്താ ശിവേട്ട വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, നീ എന്താ വൈജയ് ഇങ്ങനെ ഒരുമാതിരി ഒരു ദേഷ്യം ഒക്കെ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം ശിവേട്ട, ഇവിടെ എന്തൊക്കെ പറഞ്ഞാണ് നിങ്ങൾ ഇവിടേക്ക്
വന്നത്, എന്നിട്ട് എന്തെങ്കിലും നടന്നോ, വന്നതുപോലെ തിരിച്ചു പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ഒക്കെ ശരിയാക്കാം, ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങുക തന്നെ ചെയ്യുകയാണ്. ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ബാലചന്ദ്രനെ വിളിച്ചു, അയാളെ വിളിച്ചിട്ട് ഞങ്ങളൊരു സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ച് ഞങ്ങൾ പറഞ്ഞ് തീരുമാനമാക്കും. ഇനി അയാൾ വഴങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ 2 കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കയ്യോ കാലോ ഓടിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ ഇത് അവനെ കൊണ്ട് സമ്മതിപ്പിക്കും. എന്താണ് അവർ തമ്മിലുള്ള ബന്ധമെന്നും അറിയണം. ആ പെണ്ണിനെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണം, അത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അവർ തമ്മിൽ എന്ത് ബന്ധമെങ്കിലും ആവട്ടെ, ഇനി ഒരു ബന്ധമില്ലാത്ത രീതിയിൽ അവളെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചാൽ മതി, എന്താണേലും എനിക്ക് കുഴപ്പമില്ല, അവൾ ഇവിടുന്ന് പോയി കിട്ടിയാൽ മാത്രം മതി എന്ന് പറയാണ് വൈജ. ഓക്കെ, നീ വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും, നാളത്തോട് കൂടിയിട്ട് എല്ലാം കലങ്ങി തെളിയും എന്ന് പറഞ്ഞ് ശിവേട്ടൻ ഫോൺ വെക്കേട്ടോ. എന്നാൽ ശരി ശിവേട്ട എന്ന് പറഞ്ഞിട്ട് വൈജയും ഫോൺ വെക്കുന്നുണ്ട്. അപ്പോൾ വൈജയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. എന്താണെങ്കിലും കാര്യങ്ങളൊക്കെ കലങ്ങി തെളിയാൻ പോവുകയാണല്ലോ. അപ്പോൾ ഇനി മുന്നോട്ടേക്ക് എന്താണെങ്കിലും ഇനി നാളത്തെ സംസാരം കൂടി കഴിഞ്ഞാൽ അലീന വീട്ടിലുണ്ടാവത്തില്ല. അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് വൈജയ്ക്ക് കേട്ടോ. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം ബബിതയും രോഹിത്തും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്താ അമ്മ, ആരാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ശിവേട്ടനാണ് വിളിച്ചത്, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവർ നിങ്ങളുടെ അച്ഛനെ സംസാരിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടെന്ന് നാളെ, അത് സംസാരത്തോട് കൂടിയിട്ട് നാളത്തോട് കൂടിയിട്ട് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി തരാമെന്നാണ് ശിവേട്ടൻ പറഞ്ഞത്. അവരെല്ലാവരും കൂടെ ആലോചിച്ച് ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ നാളെ കരുതിയിരുന്നു ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഇനി അച്ഛൻ അവളെ പറഞ്ഞേക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അച്ഛനെ 2 പൊട്ടിച്ചിട്ടാണെങ്കിലും അവർ കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ ബബിതയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അയ്യോ അച്ഛനെ തല്ലാനോ, അത് നിന്നെ അച്ഛനെ തല്ലണമെന്ന് ചോദിക്കുകയാണോ? അയ്യോ അവളുടെ ഒരു അച്ഛൻ സ്നേഹം, അച്ഛന് 2 കിട്ടിയാലേ അച്ഛൻ പഠിക്കത്തുള്ളൂ. ഒരു വേലക്കാരി പെണ്ണിനെ കൊണ്ടൊന്ന് ഇവിടെ പാർപ്പിച്ചതും പോരാ, ഇവിടെ കാണിച്ചു കൂട്ടുന്നത് കണ്ടല്ലോ, അയ്യേ നാണക്കേട് എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്ത് പറയുമ്പോൾ അപ്പോൾ വൈജി ഇങ്ങനെ രോഹിത്തിനെ നോക്കുകയാണ്. അപ്പോൾ ബബിത ആണെങ്കിൽ രൂക്ഷമായിട്ട് രോഹിത്തിനെ നോക്കുന്നുണ്ട്. അയ്യോ ഈ ആൾ ഇവിടെ കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയണോ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്നും മിണ്ടാതിരിക്കും. ഇപ്പം നമ്മളുടെ ഒരേ ഒരു ശത്രു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലീനയാണ്. അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് തുരത്തണം. അതിനുവേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നാലേ പറ്റത്തുള്ളൂ. നമ്മൾ കൂടി ഇങ്ങനെ തല്ലുകൂടി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല എന്ന് പറയാണ് വൈജ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം കേട്ടോ. പിറ്റേ ദിവസം മുത്തശ്ശിയുടെ അടുത്തേക്ക് നമ്മുടെ ശിവേട്ടൻ വരുന്നുണ്ട് കേട്ടോ. ശിവേട്ടൻ വന്നിട്ട് മുത്തശ്ശിയോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പോയ കാര്യങ്ങളൊന്നും നടന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മുത്തശ്ശിയോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട്, ഇന്ന് ഞങ്ങൾ പുതിയൊരു തീരുമാനമായിട്ട് പോവുകയാണ് അമ്മേ, അമ്മ അനുഗ്രഹിക്കണം, കാരണം അമ്മ പ്രാർത്ഥിക്കണം എല്ലാം നല്ലതായിട്ട് വരാനായിട്ട്. നമ്മുടെ വൈജയുടെ ജീവിതം ഇങ്ങനെയായി പോയാൽ എങ്ങനെയാണ് ശരിയാവുക? ഇനി എന്തോരം നാൾ ജീവിക്കാനുള്ളതാണ്, സന്തോഷകരമായിട്ട് ജീവിക്കാനുള്ളതല്ലേ. അവൾക്കൊരു കുടുംബമില്ലേ, ആ കുടുംബത്തിൽ 3 മക്കളില്ല, ആ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി സന്തോഷകരമായിട്ട് പോകാനുള്ളതല്ലേ. അതുകൊണ്ട് ഇനി അവളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും വരാത്ത രീതിയിൽ ഞങ്ങൾ ഈ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ഇന്നൊരു ചർച്ചയ്ക്ക് പോവുകയാണ് എന്ന് പറയട്ടെ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ ശിവ നീ പറയണത്, എന്താണ് ചർച്ച ചെയ്യാൻ പോണത്, എവിടെയാണ്, ബാലചന്ദ്രൻ വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാളെ വിളിച്ചിട്ടുണ്ട്, അയാൾ വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് അമ്മ എന്ന് പറയട്ടോ. എല്ലാം നല്ല രീതിയിലാവട്ടെ, നിങ്ങൾ ഒരിക്കലും അയാളോട് കയർക്കാനോ ദേഷ്യപ്പെടാനോ ഒന്നും പോവരുതിട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ കൂടി നമ്മൾ ഓർക്കണമല്ലോ ശിവ എന്ന് പറയട്ടോ. എന്ത് കാര്യങ്ങളാണ് അമ്മ ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഓർക്കേണ്ട യാതൊരു കാര്യം തന്നെ ഇല്ല എന്ന് പറയട്ടോ. ആ വൈജ അവിടെ കിടന്ന് അനുഭവിക്കുന്നത് ഓർത്ത് കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊന്നും നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങളേ ഇല്ല. അയാൾ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന ഈ പന്നത്തരം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വൈജ ചെയ്തതൊന്നും ഒരു തെറ്റല്ല എന്നല്ല, പക്ഷേ അവളുടെ ഭാഗത്തുനിന്നൊരു അബദ്ധം സംഭവിച്ചു പോയതല്ലേ അത്. അതുകൊണ്ട് അതിനെ പറ്റിയൊന്നും നമ്മൾ ഓർക്കുകയും ചിന്തിക്കുകയും വേണ്ട. ഇനിയിപ്പോൾ അയാൾ ഒരു വഴിക്കും അടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യോ കാലോ ഒടിച്ചിട്ടിട്ടാണെങ്കിലും ശരി, ഞങ്ങൾ അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കും. അയാളൊരു ഭാഗത്ത് മൂലയ്ക്ക് കിടന്നാലും യാതൊരു കുഴപ്പമില്ല, അതൊക്കെ എന്ത് തന്നെയായാലും വൈജ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ് ശിവേട്ടൻ. അപ്പോൾ മുത്തശ്ശിക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി എടാ എന്നാലും അങ്ങനെയൊക്കെ ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ചെയ്യും എന്നല്ല അമ്മയെ പറഞ്ഞത്, ചെയ്യേണ്ടി വന്നാൽ ചെയ്തു പോകും, ചിലപ്പോൾ 1 2 പൊട്ടിക്കായിരിക്കും, അല്ലാതെ കയ്യും കാലൊന്നും ഒടിച്ച് ഇടത്തൊന്നുമില്ല, ഞാനതൊരു ആവേശത്തിന് പറഞ്ഞതാണ് എന്ന് പറയണം. എന്നാലും ഒരുപാട് വഴക്കും പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ, പിന്നെയും അവർ ജീവിക്കേണ്ടതല്ലേ ഒരുമിച്ച് എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഒഴിവാക്കി കളയാമെന്ന് വരെയാണ് എല്ലാവരും പറയുന്നത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്? എടാ എന്നാലും 3 മക്കളില്ലേടാ, അവരുടെ കാര്യങ്ങളൊക്കെ
എല്ലാ കാര്യങ്ങളും നോക്കാനും ഒക്കെ ഉള്ളതല്ലേ എന്ന് പറയുമ്പോൾ ആ മക്കളൊക്കെ വലുതായില്ലേ, അവർക്ക് കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ മാത്രം പ്രായമായില്ലേ, അതുകൊണ്ട് മക്കളെക്കുറിച്ച് ഓർത്തൊന്നും ഇങ്ങനെ വിഷമിക്കേണ്ട. ഇമ്മാതിരി തെണ്ടിത്തരമൊക്കെ കാണിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു അച്ഛൻ അവർക്ക്, അതുകൊണ്ട് അമ്മ അതോർത്തൊന്നും വിഷമിക്കേണ്ട. എന്തോരം ആൾക്കാർ ഇവിടെ വിവാഹമോചനം നേടുന്നു, ഒറ്റയ്ക്ക് താമസിക്കുന്നു. വൈജ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വന്നു കഴിഞ്ഞാൽ, പക്ഷെ അതൊക്കെ കണ്ട് തരണം ചെയ്ത് നമുക്ക് പോകാവുന്നതേ ഉള്ളൂ എന്ന് പറയണം. എന്നാലും ഒരു ബന്ധം പിരിയാൻ വളരെ എളുപ്പമാണ് ശിവ, അത് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ബുദ്ധിമുട്ട് എന്ന് മുത്തശ്ശി പറയുമ്പോൾ അമ്മ പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷേ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട്, അയാളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എന്താണെന്ന് നോക്കട്ടെ എന്ന് പറയണം. അങ്ങനെ ശിവേട്ടൻ പോവാനായിട്ട് എഴുന്നേൽക്കുക കേട്ടോ. ആ സമയത്ത് പറയുന്നുണ്ട്, എനിക്കത് മാത്രമല്ല അമ്മ, എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. വെറുതെ ഒരു പെൺകുട്ടിയെ അയാൾ സംരക്ഷിക്കാനൊന്നും പോകുന്നില്ല. അയാളും അവളും തമ്മിൽ എന്തോ ഒരു ബന്ധം, നമ്മളൊന്നും അറിയാത്ത എന്തോ ഒരു കണക്ഷൻ, എന്തോ ഒരു റിലേഷൻ അവർ തമ്മിലുണ്ട്. അല്ലാതെ അയാൾ ഇത്രയും സപ്പോർട്ടൊന്നും കൊടുക്കത്തില്ല എന്ന് പറയുമ്പോൾ നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കാട്ടോ. ഞാൻ പോയിട്ട് വരട്ടെ അമ്മ, എന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയാം. എൻ്റെ മനസ്സിലുള്ള ഒരു സംശയമാണ്, അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയത്തില്ല. ഇന്ന് പോയി സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അമ്മയോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുക കേട്ടോ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് രാജീവും കമലയും ഒക്കെ പോവാൻ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട്, കമല വരണ്ട, ഞാനും രാജീവും പോയാൽ മതി, പിന്നെ അദ്ദേഹം അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയണം. ഒരു നേതാവ് വന്നില്ലായിരുന്നു, ഒരു രാഷ്ട്രീയക്കാരൻ, അയാളും കൂടി വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഗിരീഷും ഉണ്ട്. അപ്പോൾ ഇവർ മാത്രമാണ്, ആണുങ്ങൾ മാത്രമാണ് പോണത്, സ്ത്രീകൾ ആരും വേണ്ട എന്ന് തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ പോവാനായിട്ട് റെഡിയായി പുറത്തിറങ്ങി കാറിൽ കയറി പോവാട്ടോ. അതേസമയം നമ്മുടെ കടപ്പാട്ടൂർ വീട്ടിലാണെങ്കിൽ ബാലചന്ദ്രൻ റെഡിയായി കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് അലീന റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അച്ഛാ എങ്ങോട്ടാണ് അച്ഛൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ ശിവേട്ടൻ വിളിച്ച കാര്യം, ഇന്ന് എന്നെ പുറത്തേക്കൊന്ന് വിളിച്ചിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛൻ ഒറ്റയ്ക്ക് പോകണോ, എനിക്ക് പേടിയാവുന്നു, അവരെന്തെങ്കിലും അച്ഛനെ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യില്ല മോളെ, ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല, നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് അലീനയും കൂട്ടിയിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ്. ആ സമയത്ത് അലീന വീണ്ടും പറയുന്നുണ്ട്, അച്ഛൻ ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ കൂടെ അച്ഛൻ്റെ കൂടെ വരാം, എനിക്ക് പേടിയാണ് എന്ന് പറയുമ്പോൾ വേണ്ട, സംസാരിക്കാനായിട്ട് പോവുകയാണ്. കുറേ കാര്യങ്ങൾ സംസാരിച്ചേക്കാം, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വെട്ടി തുറന്ന് പറയേണ്ടി വന്നേക്കാം. അത് മാത്രമല്ല മുതിർന്നവർ മാത്രം കേൾക്കേണ്ട കുറച്ച് വാക്കുകൾ ഉപയോഗിക്കേണ്ടി വന്നേക്കാം. അതൊക്കെ എന്തിനും പറയാനും നേരിടാനും കേൾക്കാനും ഒക്കെ തയ്യാറായിട്ടാണ് ഞാൻ പോകുന്നത്. എന്താണെങ്കിലും ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അലീനയോട് യാത്ര പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ പോവാട്ടോ. അങ്ങനെ അലീനയാണെങ്കിൽ ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്താ ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നറിയാത്തൊരു വിഷമത്തിലാണ് അലീന. ഇനിയിപ്പോൾ എന്ത് സംഭവിക്കും, ഇവർ സംസാരിച്ചിട്ട് അച്ഛൻ എല്ലാ കാര്യങ്ങളും അവരോട് തുറന്നു പറയുമോ, അതോ അതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനാണ് അലീനയ്ക്ക്. അപ്പോൾ എന്താണെങ്കിലും ബാലചന്ദ്രൻ അവരോട് സംസാരിക്കാനായിട്ട് പോയേക്കുകയാണ്. അങ്ങനെ ഇവർ പറഞ്ഞ സ്ഥലത്തേക്ക് ബാലചന്ദ്രൻ എത്തിച്ചേരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ആ സമയത്ത് എല്ലാവരും കാത്തിരിക്കുകയാണ് ബാലചന്ദ്രൻ വരുന്നത് നോക്കിയിരിക്കുക കേട്ടോ. ബാലചന്ദ്രൻ വരുമ്പോൾ തന്നെ ഇവർ നേരെ സംസാരത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രനായിട്ടുള്ള സംസാരം തുടങ്ങണം. അപ്പോൾ ബാലചന്ദ്രൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവരോട് പറയാൻ പോകുന്നത് എന്നുള്ളതൊന്നും, ഇവരെന്താ ചോദിക്കാൻ പോകുന്നതെന്നുള്ളതൊന്നും ഒരു ഐഡിയ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ശിവേട്ടൻ പറയുന്നുണ്ട്, അങ്ങനെ ആ ഒരു രാഷ്ട്രീയക്കാരുണ്ടല്ലോ അയാളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഇന്നലെ വന്നപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിച്ചാണല്ലോ ശിവേട്ട, ഇനി എന്താണ് പുതിയ കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ പുതിയ കാര്യങ്ങളല്ല ബാലേന്ദ്ര, പഴയ കാര്യങ്ങൾ തന്നെയാണ്. അലീന എന്ന് പറഞ്ഞാൽ ഒരു പഴയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് എന്ന് പറയട്ടോ. എന്താണെങ്കിലും ആ ഒരു പേരിൽ സംസാരമായിട്ട് അങ്ങോട്ടേക്ക് വരണ്ട എന്നല്ലേ താൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് ഇങ്ങനെയൊരു റൂം എടുത്ത് ഇവിടെ വെച്ച് സംസാരിക്കാമെന്ന് തീരുമാനിച്ചത് എന്ന് പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ആ വിഷയത്തിലാണെങ്കിൽ എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല എന്ന് പറയാട്ടോ. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും, ഈ വിഷയത്തിൽ സംസാരിക്കുക തന്നെ വേണം, എന്താണ് കാര്യങ്ങളെന്ന് ഞങ്ങൾക്ക് കേൾക്കുക തന്നെ വേണം, അവൾ ആരാണ് ബാലചന്ദ്രൻ്റെ എന്നൊക്കെ ചോദിച്ച് ദേഷ്യത്തോട് കൂടിയിട്ട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിലാണ് ശരിക്കും നമ്മുടെ ബാലചന്ദ്രനും ഇവരുമായിട്ടുള്ള സംസാരം കൂടുതൽ ആ ആഴങ്ങളിലേക്ക് കടക്കുന്നതും അവിടെ വെച്ചിട്ട് ബാലചന്ദ്രൻ ഇവരോട് എല്ലാ സത്യങ്ങളും തുറന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത് നാളത്തെ എപ്പിസോഡിലാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റോറി ഞാൻ ഉടനെ തന്നെ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.